KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി എന്നതാണ്. സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നാണ് VD സതീശനെതിരായ വലിയ വിമർശനം. പ്രതിപക്ഷ നേതാവ് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. KPCCയുടെ അധികാരത്തിൽ പ്രതിപക്ഷ നേതാവ് കൈകടത്തുന്നു. അതുപോലെ KPCC അടിയന്തര ഭാരവാഹി യോഗം ചേർന്നത് ഇന്ന് രാത്രിയിലാണ്. ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് KPCC യോഗത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന് വിമർശനമുണ്ടായത്. പ്രതിപക്ഷ നേതാവിൻ്റേത് അപക്വമായ പ്രവർത്തനം എന്ന തരത്തിലുള്ള വിമർശനവും ഉയർന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, എന്തൊക്കെയാണ് വിമർശനം? അതിന് KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞോ? വിജയകുമാർ, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ചേർന്ന അടിയന്തര ഓൺലൈൻ KPCC ഭാരവാഹി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഡ്മിനായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വിമർശനത്തിലേക്ക് എത്തിയത്. സമാന്തര രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു KPCCയിലെ ഒരു അംഗം വിമർശനമായി ഉന്നയിച്ചത്. മാത്രമല്ല, ഈ പ്രവർത്തനം KPCCയുടെ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. ജില്ലാ ചുമതലയുള്ള നേതാക്കളെ അറിയിക്കാതെയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. എല്ലാം ഏകപക്ഷീയമായി എടുക്കുകയാണ് എന്നുള്ളത് പറയുന്നു. മാത്രമല്ല, അത്തരത്തിലുള്ള നീക്കങ്ങൾ വയനാട്ടിൽ ചേർന്ന ചിന്തൻ ശിബിരത്തിന്റെ ശോഭ കെടുത്തിയതാണ്. അത് അത്തരത്തിലുള്ള ശോഭ കെടുത്തുന്ന പ്രവർത്തനം നടത്തുന്ന പ്രതിപക്ഷ നേതാവാണ് എന്നും വിമർശനം ഉയർന്നു. മാത്രമല്ല, യോഗത്തിലെ തീരുമാനങ്ങൾ പുറത്തറിയിച്ചത് പ്രതിപക്ഷ നേതാവാണെന്നും ഈ നിലയിൽ പ്രതിപക്ഷ നേതാവിന്റേത് അപക്വമായ പ്രവർത്തനമാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. മാത്രമല്ല, വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സർക്കുലർ പുറപ്പെടുവിച്ച് ഓരോ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. ആഭ്യന്തര കാര്യങ്ങൾ വാർത്തയാകുന്നതിന് പിന്നിലും പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള വിമർശനമാണ് യോഗത്തിന് ഉയർന്നത്. അതേസമയം ഈ വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞില്ല. പ്രധാനപ്പെട്ട നേതാക്കളാരും KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളും ഈ വിമർശനത്തെ ഏറ്റെടുത്തതുമില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിലെ മറുപടിയും പറഞ്ഞിരുന്നില്ല. വിജയകുമാർ, യെസ്, KPCC യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വലിയ വിമർശനം ഉയർന്നത്. അപക്വമായ പെരുമാറ്റം എന്നതടക്കമുള്ള വിമർശനമുണ്ടായി. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും ആ വിമർശനം ഏറ്റെടുക്കുകയോ അതിന് മറുപടി പറയുകയോ ഉണ്ടായില്ല. ആ വിമർശനം യോഗത്തിൽ ഉയർന്നെങ്കിലും VD സതീശൻ അതിന് എന്തെങ്കിലും തരത്തിൽ വിശദീകരണം നൽകുകയോ മറുപടി പറയുകയോ ഉണ്ടായില്ല. സലീം മാലിക്കാണ് ആ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.